ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ചില രാത്രികളുണ്ടല്ലോ, ആരും മനസ്സിലാക്കാത്ത രാത്രികൾ. പുറത്തെല്ലാം നോർമലായിരിക്കും, പക്ഷേ ഉള്ളിൽ ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഒരു ഭാരം, അല്ലെങ്കിൽ ഒരു എംപ്റ്റി ഫീലിംഗ് നിങ്ങൾക്കുണ്ടായിരിക്കും. പലരും നമ്മളോട് ചോദിക്കും, നിനക്ക് എന്താണ് പ്രശ്നം? പക്ഷേ നമുക്കതിന് ഒരു ക്ലിയർ എക്സ്പ്ലെയിൻ കൊടുക്കാൻ വേണ്ടി പറ്റാറില്ല. കാരണം അതൊരു സിംഗിൾ പ്രോബ്ലം അല്ല. ലൈഫിനെ തന്നെ, ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ തളർത്തുന്ന പ്രശ്നങ്ങളായിരിക്കാം. നമ്മൾ ചിരിക്കും, പക്ഷെ നമ്മുടെ ഹൃദയം കരയുകയായിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒറ്റപ്പെട്ടവരായിരിക്കാം. ഇന്ന് ഈ ഒരു ടോക്ക് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഇതുപോലുള്ള ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് അത് നിനക്കുള്ളതാണ്. ഹാപ്പി ആയിരിക്കുക എന്നത് ഒരിക്കലും പ്രശ്നമില്ലാത്ത ജീവിതം ഉണ്ടായിരിക്കുക എന്നതല്ല. ഇന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ തോന്നും എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവർക്കും പെർഫെക്റ്റ് ലൈഫുണ്ട്, നമ്മൾ മാത്രമാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ അത് സത്യമല്ല. ഓരോ മുഖത്തിനും പിന്നിൽ ഒരു സൈലന്റ് ബാറ്റിലുണ്ട്. മേ ബി ഒരു സ്ത്രീ ചിരിക്കുന്നുണ്ടാകാം, പക്ഷേ അവർ രാത്രിയിൽ കരഞ്ഞുറങ്ങുന്നവരായിരിക്കാം. ഒരു അമ്മ എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അവളെ ആരും കെയർ ചെയ്യുന്നുണ്ടാകില്ല. ഒരു പെൺകുട്ടി സ്ട്രോങ് ആയി ആക്ട് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ വളരെ ടയേർഡായിരിക്കാം. അള്ളാഹു നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രഗിൾ ഇല്ലാത്ത ലൈഫിന് വേണ്ടിയല്ല. ഈ ഒരു ദുനിയാവ് അതൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ ഹാപ്പിനെസ് എന്നത് അള്ളാഹു വെൽത്തിലൂടെയായിരിക്കില്ല നൽകുന്നത്, സമാധാനത്തിലൂടെയായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഉടനെ ഉത്തരം ലഭിക്കില്ല. പേഷ്യൻസ് കൊണ്ട് നമ്മളെ അള്ളാഹു വളർത്തും. ഈ ഒരു ടോക്ക് കേൾക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാകാം, ഞാൻ വളരെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന്. ഇബാദത്ത് ചെയ്യാൻ പോലും നമുക്ക് ഊർജമുണ്ടാകില്ല, ദുആ ചെയ്യാൻ മനസ്സുണ്ടാകില്ല, നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ലഭിക്കില്ല. ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ഒരു കുറ്റബോധം ഫീൽ ചെയ്യും. ഞാനൊരു മോശം മുസ്ലിമാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയിരിക്കുന്നത്? എനിക്ക് പഴയ പോലെ ആ ഒരു ഈമാനില്ല എന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങും. പക്ഷെ നിങ്ങൾ കേൾക്കുക, നീ സ്ട്രഗിൾ ചെയ്യുന്നുവെന്ന ആ ഒരു തോട്ട്, അത് നിന്റെ ഹൃദയം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ അടയാളമാണ്. ജീവനില്ലാത്ത ഹൃദയത്തിന് ഒരിക്കലും കുറ്റബോധം ഉണ്ടാകില്ല. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് ഹൃദയം വല്ലാതെ പേടിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് അള്ളാഹുവിന് വളരെ പ്രഷ്യസ് ആണ്. ചിലപ്പോൾ അള്ളാഹു നമ്മളെ സൈലൻസ് കൊണ്ട് ഹീൽ ചെയ്യും. നമ്മൾ ദുആ ചെയ്യും, യാ അള്ളാഹ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന്. പക്ഷേ ഉത്തരം നമുക്ക് ഉടനെ ലഭിക്കില്ല. അപ്പോൾ നമുക്ക് തോന്നും, അള്ളാഹു എന്നെ കേൾക്കുന്നില്ലേ എന്ന്. അള്ളാഹു സൈലൻ്റ് ആയിരിക്കുമ്പോഴും എപ്പോഴും പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വിത്ത് മണ്ണിനടിയിൽ ഇൻവിസിബിളായി ഗ്രോ ചെയ്യുന്നത് പോലെ ചില ഹീലിങ്ങുകൾ അൺസീൻ ആയിരിക്കും. നീ ഇപ്പോൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും പിന്നീട് നീ തിരിച്ചറിയും. അള്ളാഹ് സേവ്ഡ് മീ എന്ന് നിനക്ക് മനസ്സിലാകും. ഹാപ്പിനെസ് എന്നത് ലൈഫിലെ ഒരു ഘടകമാണ്. അതൊരിക്കലും ഫേക്ക് സ്മൈൽ കൊണ്ടുണ്ടാകുന്നതല്ല. പക്ഷേ ദുഃഖം എന്ന ഫാക്ടർ ലൈഫിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്നറിയാമോ? അവൻ അല്ലെങ്കിൽ അവൾ തകർന്നു പോയാലും അള്ളാഹുവിനെ വിട്ടുകളയില്ല. കരയും, പക്ഷേ നമസ്കാരം വിടില്ല. തളരും, പക്ഷെ ദുആ നിർത്തില്ല. വളരെ സ്ലോ ആയാലും അള്ളാഹുവിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കും. അതാണ് സ്ട്രെങ്ത്. നമസ്കാരം എന്നത് ഹൃദയത്തിൻ്റെ മെഡിസിനാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, നമ്മൾ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു സിൻസിയർ ആയിട്ടുള്ള നമസ്കാരം, അത് ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ തന്നെ ആശ്വസിപ്പിക്കും. എന്തുകൊണ്ടാണത്? കാരണം ലോകം മുഴുവൻ നിന്റെ പെയിൻ മനസ്സിലാക്കാത്തപ്പോഴും അള്ളാഹു ആണ് അത് നീ പറയാതെ അറിയുന്നത്. നീ പറയാത്ത കണ്ണീര് പോലും അള്ളാഹു അറിയുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു സത്യവിശ്വാസി അള്ളാഹുവോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്, അത് വളരെ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്. ചിലർ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യും. നീ ഒരുപാട് നല്ലവളായിട്ടും അവർ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നീ കെയർ ചെയ്തിട്ടും അവർ നിന്നെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഹൃദയം ചോദിക്കും, എൻ്റെ വാല്യൂ എന്താണെന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, പീപ്പിൾസ് ഒപ്പീനിയൻ ഡസ് നോട്ട് ഡിഫൈൻ യുവർ വർത്ത്. അതെ, മറ്റുള്ളവരുടെ അഭിപ്രായമല്ല നിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. അള്ളാഹുവിനാണ് നിന്റെ ഹൃദയത്തെ അറിയുന്നത്. നിന്റെ ക്ഷമ, നിന്റെ കണ്ണുനീർ, നിന്റെ ദയ എല്ലാം അള്ളാഹുവിന് അറിയാം. ലോകം അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നാലും അള്ളാഹു നിങ്ങളെ ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. ഇന്ന് എല്ലാവരും ഹാപ്പിയായി അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. പെർഫെക്റ്റ് ഫോട്ടോസ്, പെർഫെക്റ്റ് സ്മൈൽ, പെർഫെക്റ്റ് ലൈഫ്
എന്നതിലൂടെ. പക്ഷേ റിയൽ പീസ് എന്നത് ഒരിക്കലും ഒരു ഫിൽറ്റർ ഉപയോഗിച്ചാലും ലഭിക്കില്ല. റിയൽ പീസ് നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിനെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ നിന്നാണ്, ഖുർആൻ കേൾക്കുന്നതിൽ നിന്നാണ്, നമസ്കാരം സിൻസിയർലി ചെയ്യുന്നതിൽ നിന്നാണ്, ഹൃദയം വൃത്തിയോടെ സൂക്ഷിക്കുന്നതിൽ നിന്നാണ്. ഒരു പീസ്ഫുൾ ഹാർട്ട്, അതാണ് ഏറ്റവും ലക്ഷറിയേക്കാൾ ബ്യൂട്ടിഫുൾ ആയത്. പലർക്കും ഇപ്പോഴും ഞാൻ ഒരിക്കലും ഹാപ്പി ആവില്ല എന്ന് തോന്നുന്നുണ്ടോ? പിശാചിൻ്റെ ഏറ്റവും വലിയ ചതിക്കുഴിയാണിത്. നിന്റെ ലൈഫ് ഇനി ഒരിക്കലും ബെറ്റർ ആവില്ല എന്ന ആ ഒരു തോട്ട്. പക്ഷേ വിശ്വാസികൾ പ്രതീക്ഷയില്ലാതെ ആവരുത്. അള്ളാഹു ഒരു സെക്കൻഡിൽ പോലും ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇന്ന് നീ കരയുന്നുണ്ടെങ്കിൽ നാളെ നീ ചിരിക്കാം. ഇന്ന് നീ കൺഫ്യൂഷനിലാണെങ്കിൽ നാളെ നിനക്കൊരു ക്ലാരിറ്റി വരും. ഇന്ന് നീ ഒറ്റയ്ക്കാണെങ്കിൽ നാളെ അള്ളാഹു നിനക്ക് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ തരും. നെവർ അണ്ടർസ്റ്റിമേറ്റ് അള്ളാഹ് മേഴ്സി. ഒരുപാട് സ്ത്രീകൾ സൈലൻ്റ്ലി സഫർ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാകാം, പക്ഷേ അവരെ ആരും ഇമോഷണലി സപ്പോർട്ട് ചെയ്യില്ല. അവർ ടയേർഡായാലും മറ്റുള്ള കാര്യങ്ങൾ, റുട്ടീൻസ് അവർ നിർവഹിക്കും. എത്ര തകർന്നാലും മറ്റുള്ളവർക്ക് മുമ്പിൽ അവർ ചിരിക്കും. എന്നാൽ അവരുടെ സാക്രിഫൈസ് അള്ളാഹു കാണുന്നുണ്ട്. ഒരു ഉമ്മയുടെ കണ്ണുനീർ, ഒരു മകളുടെ ആശങ്കകൾ, ഒരു ഭാര്യയുടെ ക്ഷമ, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ പെടാതിരിക്കില്ല. പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കില്ല അവർ. പക്ഷേ അള്ളാഹു നീ സംസാരിക്കാതെ പോലും നിന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ചില രാത്രികളിൽ നിങ്ങൾ ഫോൺ യൂസേജ് കുറയ്ക്കുക, നിശബ്ദമായിരിക്കുക, അള്ളാഹുവോട് പറയുക, യാ അള്ളാഹ്, ഞാൻ വളരെയേറെ തകർന്നിരിക്കുന്നു, എന്നെ നീ സഹായിക്കണമേ എന്ന്. ആ ഒരു സിൻസിയർ മൊമെൻറ്റ് നിന്റെ ഹീലിങ്ങിൻ്റെ ബിഗിനിങ് ആകാം. അതുപോലെ തന്നെ നമ്മൾ പലരും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് നമുക്ക് ഇല്ലാത്തത് എന്നാണ്. പക്ഷേ അള്ളാഹു നമുക്ക് ഓൾറെഡി തന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച് പലരും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ഓർക്കാറില്ല. നിനക്ക് കണ്ണുണ്ട്, നിനക്ക് ശ്വാസമെടുക്കാൻ സാധിക്കുന്നുണ്ട്, നിനക്ക് ഈമാനുണ്ട്, ഇപ്പോഴും നിനക്ക് പുതിയൊരു ചാൻസ് നിന്റെ മുൻപിലുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഹ്യൂജ് ബ്ലെസ്സിങ്സ് ആണ്. നന്ദി പറയുന്ന ഹൃദയം പതിയെ സമാധാനത്തിലേക്ക് പോകും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഒരു മുറിവ് അതൊരു രാത്രി കൊണ്ട് ഉണങ്ങില്ല. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവിനും സമയം വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സങ്കടങ്ങളിൽപ്പെട്ട് അതിൽ നിന്ന് പതിയെ റിക്കവറി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും, ചില ദിവസങ്ങൾ വളരെ ഹാർഡായിരിക്കും. എന്നാലും നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുക. ബിക്കോസ് നമ്മുടെ പ്രവാചകന്മാർ പോലും പല സിറ്റുവേഷൻസും അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഒരിക്കലും അള്ളാഹുവിനെ വിട്ടിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അടുത്താണ് അള്ളാഹു. ചിലപ്പോൾ നമുക്ക് തോന്നും അള്ളാഹു വളരെ ദൂരെയാണ് എന്ന്. പക്ഷേ അള്ളാഹു പറയുന്നത് ഞാൻ നിന്റെ വളരെ അടുത്തുണ്ട് എന്നാണ്. നീ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോഴും അള്ളാഹുവിന് അതറിയാം. നീ മുഖം മറച്ച് കരയുമ്പോഴും അള്ളാഹുവിന് അറിയാം നീ കരയുകയാണെന്ന്. നീ എല്ലാവരുടെയും മുൻപിൽ സ്ട്രോങ് ആയി ആക്ട് ചെയ്യുമ്പോഴും അള്ളാഹുവിന് അറിയാം നീ ഉള്ളിൽ തകർന്നിരിക്കുകയാണെന്ന്. ബിക്കോസ് അള്ളാഹ് കെയേഴ്സ് യു. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരുത്തുക. ഡെയിലി നിങ്ങൾ എടുക്കുന്ന ലിറ്റിൽ ചേഞ്ചസ് അത് നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. ഫജറിന് ശേഷമുള്ള ഖുർആൻ പാരായണം, രാവിലെയുള്ള അദ്കാർ, നെഗറ്റീവ് ആൾക്കാരെ പതിയെ അവോയ്ഡ് ചെയ്യുക. രാത്രി കഴിവതും നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. നമസ്കാരം ഡിലേ ചെയ്യാതിരിക്കുക. അള്ളാഹുവിനോട് എപ്പോഴും നന്ദി ഉണ്ടായിരിക്കുക. മറ്റുള്ളവരുമായി സ്വയം കമ്പയർ ചെയ്യുന്നത് നിർത്തുക. ദുആ വർദ്ധിപ്പിക്കുക. ഈ ഒരു ചേഞ്ചസ് അത് നിങ്ങൾക്ക് സമാധാനം പെട്ടെന്ന് കൊണ്ടുവരില്ല. എന്നാൽ നിങ്ങൾ കൺസിസ്റ്റൻസിയായി ശീലിക്കുകയാണെങ്കിൽ സ്ലോലി നിങ്ങളുടെ ഹാർട്ടിൽ സെറ്റിൽ ചെയ്യും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അവൾക്ക് ബെറ്റർ ലൈഫുണ്ട്, അവൾ കൂടുതൽ പ്രെറ്ററാണ്, അവൾ ലക്കിയാണ് എന്നുള്ള ചിന്തകൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഡിഫറെൻ്റ് ലൈഫാണ് തന്നിരിക്കുന്നത്. കമ്പാരിസൺ എന്നത് നിങ്ങളുടെ സമാധാനത്തെ കട്ടെടുക്കും. നിനക്ക് അള്ളാഹു എഴുതിയത് അത് നിനക്കുള്ളതാണ്, അതൊരിക്കലും മിസ്സാവില്ല. അതുപോലെ പലരും ഈ ഒരു മൊമെൻറ്റിൽ തകർച്ചയുടെ വക്കിലായിരിക്കാം. അപ്പോൾ അവർ കരുതും എൻ്റെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തു എന്ന്. എന്നാൽ നീ ചിന്തിക്കുക, നീ ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററിലാണുള്ളത്. പക്ഷേ ആ ഒരു ചാപ്റ്റർ എന്നത് നിന്റെ ലൈഫിൻ്റെ അവസാനമല്ല. അള്ളാഹു നിനക്കുള്ള പുതിയ പ്ലാനിങ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും
കുറേ കാലം കഴിഞ്ഞാൽ നീ പിന്നോട്ട് നോക്കി പറയും, ആ ഒരു പെയിൻ അല്ലെങ്കിൽ വേദന എന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എന്ന്. ഫ്രണ്ട്സ്, നീ ഒരിക്കലും വീക്കല്ല. നീ വളരെ ടയേർഡായിരിക്കാം, വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കാം, ഇമോഷണലി തകർന്ന ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ നീ സ്റ്റിൽ സർവൈവിംഗ് ആണ്. അതുപോലും നിന്റെ സ്ട്രെങ്ത് ആണ്. ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. ലൈഫ് എത്ര ഹാർഡായാലും അള്ളാഹുവിനെ വിട്ടുകളയില്ല. നിങ്ങളുടെ ഹൃദയം എത്ര ഭാരമുള്ളതായാലും നമസ്കാരം വിടില്ല. മറ്റുള്ളവർ എത്ര ഹേർട്ട് ചെയ്താലും നിങ്ങളുടെ ക്ഷമ കൈവിടാതിരിക്കുക. ആൻഡ് സ്ലോലി അള്ളാഹു നിന്റെ ഹൃദയത്തെ ഹീൽ ചെയ്യും. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അള്ളാഹ്, തകർന്ന ഹൃദയമുള്ള എല്ലാവർക്കും നീ സമാധാനം നൽകണമേ, പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാവർക്കും റിലീഫ് നൽകണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.